എല്ലാവർക്കും അക്യൂ ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ പേരാണ് കസൂ. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഇത് വളരെ ചീപ്പായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ബേസിക്കലി ഇതൊരു ബബിൾ റാപ്പിൻ്റെ അകത്താണ് വന്നേക്കുന്നത്. ബോക്സ് പാക്കിംഗ് ഒന്നുമല്ല. ഇത് നമുക്ക് എളുപ്പം നിന്ന് കട്ട് ചെയ്ത് കസൂവിനെ വെളിയിലോട്ട് എടുക്കാം. നല്ലതായിട്ടാണ് ഒരു ബബിൾ റാപ്പ് ചെയ്തേക്കുന്നത്. കാരണം വേറെ പ്രൊട്ടക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലപോലെ ചെയ്താലേ ഇത് പ്രൊട്ടക്റ്റ് ആയിരിക്കത്തുള്ളൂ. ഓക്കെ, സോ ഒരു പ്ലാസ്റ്റിക് റാപ്പിൻ്റെ അകത്താണ് ഇത്. സോ ബേസിക്കലി ഇത്രയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് കുറേ ഡൈഫ്രാംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഡൈഫ്രാം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കസൂ ഇൻസ്ട്രുമെൻറ്റിന് അതിൻ്റെ ആ സൗണ്ട് കിട്ടുന്നത്. ഇതിൻ്റെ ക്ലോസപ്പ് നമുക്ക് ഒന്ന് നോക്കാം. സോ ബേസിക്കലി ഇത് അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു പീസ് ഓഫ് അലുമിനിയം എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഈ ഒരു സ്ലോട്ടിൻ്റെ അകത്താണ് നമ്മൾ ഈ ഡൈഫ്രാം ഫിക്സ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇത് തുറന്നാലേ നമുക്ക് വേറെ ഡൈഫ്രാം ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. സോ ഇത് ഈ റിങ്ങിൽ നമ്മളിങ്ങനെ പുഷ് ചെയ്തിട്ട് നമുക്കിത് വെളിയിൽ ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ടൈറ്റാണ്. നമ്മൾ ഇത് 2-3 പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വിൽ ബി ഓക്കെ. ഇതിൻ്റെ അകത്ത് വേറെ ഒരു ടെക്നിക്കൽ സാധനവും ഇല്ല. ബേസിക്കലി ഈ ഡയഫ്രാം തന്നെയാണ് വൈബ്രേറ്റ് ചെയ്ത് ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. സോ ബേസിക്കലി ഇത് പ്ലേ ചെയ്യാൻ കുറേ ടെക്നീക്സ് ഉണ്ട്. അപ്പം ആ ടെക്നീക്സൊക്കെ എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ബട്ട് ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഇൻസ്ട്രുമെൻറ്റ്. നിങ്ങളൊരു നല്ലൊരു സിംഗർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ കസൂ ഈസി ആയിട്ട് പ്ലേ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഹം ചെയ്യുന്ന ട്യൂൺസ് എല്ലാം ഒരു സാക്സഫോൺ പോലത്തെ സൗണ്ടിൽ നിങ്ങൾക്ക് കസൂവിൻ്റെ വോയിസ് സാമ്പിൾസ് കേൾക്കണമെങ്കിൽ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറേ കസൂ ആർട്ടിസ്റ്റിൻ്റെ ലിങ്ക്സ് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് പോയി കസൂ ആർട്ടിസ്റ്റ് പ്ലേ ചെയ്യുന്ന ആ രീതി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് സിൻസ് ഇത് വളരെ ചീപ്പായിട്ട് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അതല്ലാതെ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ സിംഗേഴ്സ്. നിങ്ങൾ ആദ്യമേ ഒരു സിംഗർ ആണെങ്കിൽ, നല്ലൊരു സിംഗർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ഈ ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചെടുക്കാവുന്നതാണ്. I hope you found this video helpful. That's all for today in Acue Life. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.